നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് 3 ആർട്ടിക്കിളും ഹിന്ദുവിന്റെ തന്നെ ബിസിനസ് ലൈൻ മാഗസിനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഫോർത്ത് ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഈ പറഞ്ഞ പോലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളും കൂടിയാണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ഡ്യുവൽ യൂസ് ഐറ്റംസിന്റെ എക്സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിന്റെ എന്താണ് ഡ്യുവൽ യൂസ് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം നിലവിൽ ഈ പറഞ്ഞ പോലെ ഡ്യുവൽ യൂസ് ഐറ്റംസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്റർനാഷണൽ തലത്തിൽ എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്യൂർലി ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ അവർക്ക് ക്രൈറ്റീരിയാസ്, ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ പാലിച്ചാലാണ് നമുക്ക് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു ലൈസൻസ് കിട്ടുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്മോൾ ഫിനാൻസ് ബാങ്ക് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. മൂന്നാമത്തെ ടോപ്പിക്കും എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ടായിരിക്കും. അത് കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് ഒരു ടൈപ്പാണ് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സും പൊതുവെ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സും എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോർത്ത് ടോപ്പിക്ക് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ആ ഒരു ആർട്ടിക്കിൾ മെയിൻലി സെക്ഷൻ 152 ഓഫ് BNS ആയിട്ട് ബന്ധപ്പെട്ടാണ്, ഭാരതീയ ന്യായ സംഹിത. അതായത് നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന IPC CRPC ഒക്കെ ഉണ്ടല്ലോ, അതിൽ IPC നമ്മൾ മാറ്റം വരുത്തിയിട്ട് കൊണ്ടുവന്നതാണ് BNS എന്ന് പറയുന്നത്, ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ആ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 152 എന്നതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇവിടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റിക് ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സും ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഇന്ന് ലാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. So first article, beware of dual use exports to Russia, says US, EU tell India Inc എന്നുള്ളതാണ്. ഇവിടെ തന്നെ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേം, നിങ്ങൾ പത്രമൊക്കെ വായിക്കുമ്പോഴേക്കും ഇതുപോലെ ഇന്ത്യ ഇങ്ക് എന്ന് പറയുന്ന ഒരു ടേം കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ ഇങ്ക് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഇത് പൊതുവിൽ നമ്മുടെ ഒരു മീഡിയ വാക്കാണ്. മീഡിയാസ് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഗവൺമെന്റിന്റെയും അതുപോലെ ഗവൺമെന്റിനെയും ഇവിടെയുള്ള കോർപ്പറേറ്റിനെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് ഇങ്ക് എന്നുള്ളത് കേട്ടോ. അപ്പം ഇങ്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ടാണ്, വലിയ വേറൊന്നുമില്ല. ഇന്ത്യയിലെ ഗവൺമെന്റ് സോഴ്സസിനെയും അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോർപ്പറേറ്റുകളെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, ഇങ്ക് എന്നുള്ളത്. സോ ഇനി വാർത്ത കുറച്ചുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ബിവെയർ ഡ്യുവൽ യൂസ് എക്സ്പോർട്സ് ടു റഷ്യ, സീസ് US യു ടെൽ ഇന്ത്യ ഇങ്ക്. അപ്പം ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു വാർണിംഗ് ആണ് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഡ്യുവൽ യൂസ് എക്സ്പോർട്സിന് മേലെ ഈ പറഞ്ഞ പോലെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബിക്കോസ് നമ്മുടെ ഓൺഗോയിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം കുറെ നാളുകളായിട്ട് അവസാനിക്കാതെ നിൽക്കുന്ന റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. പല കാര്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും റഷ്യ ഈ പറഞ്ഞ പോലെ ഇറക്കുമതി ചെയ്യുന്ന, റഷ്യ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ അവർ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്, ഉക്രൈനെതിരായിട്ട് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുടെ ഏതാണോ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ അത് ഡ്യുവൽ യൂസ് ഐറ്റംസിൽ പെടാത്ത വസ്തുക്കളാകണമെന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തുകൊണ്ട് ഇന്ത്യയോട് ഇപ്പോൾ ഇവർ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം വേറൊന്നുമില്ല. ഇപ്പം കുറച്ച് നാളുകളായിട്ട് റഷ്യയുടെ മുകളിൽ മറ്റ് രാജ്യങ്ങൾ, എസ്പെഷ്യലി അമേരിക്ക അതുപോലെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ തന്നെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ റഷ്യ പ്രധാനമായിട്ടും ഇടപാടുകളൊക്കെ തന്നെ, ഇമ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള കയറ്റുമതി ആയിക്കോട്ടെ, ഇതൊക്കെ കൂടുതലും ചെയ്യുന്ന റഷ്യയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ആണല്ലോ ഓൾ വെതർ ഫ്രണ്ട് കൂടിയാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലാസ്റ്റ് ഈ ഒരു പത്രത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫിലായിട്ട് ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ എക്സ്പോർട്സ് ടു റഷ്യയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യസ് എക്സ്പോർട്സ് ടു റഷ്യ ഇൻ ഫിനാൻഷ്യൽ 24 ഇൻക്രീസ്ഡ് 35.41% ടു $4.26 ബില്യൺ ഫ്രം ദ പ്രീവിയസ് എമൗണ്ട് ഓഫ് $3.14 ബില്യൺ. അതായത് ഈ ഒരു വർഷം, ഈ ഒരു സാമ്പത്തിക വർഷം മാത്രം നമ്മുടെ ഇപ്പൊ ഈ ഒരു സാമ്പത്തിക വർഷം തീരാനായിട്ട് 2 മാസം കൂടെ കിടക്കുകയാണ്, മാർച്ച് 31 വരെയുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന്റെ അളവ് 35.41% വർദ്ധിച്ചിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളാണെങ്കിൽ ഇപ്പം ഇന്ത്യ ആണെങ്കിലും കൂടുതലും എണ്ണയൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്, നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ കാരണം ഈ ഒരു യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യമാണ്. റഷ്യയുടെ മുകളിൽ മറ്റു രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന എക്കണോമിക് സാങ്ഷൻസും അല്ലെങ്കിൽ ലിമിറ്റേഷൻസും ഒക്കെയാണ് പ്രധാന കാര്യങ്ങൾ. ഇവിടെ ഡ്യുവൽ യൂസ് എക്സ്പോർട്സ് അല്ലെങ്കിൽ ഡ്യുവൽ യൂസ് ഐറ്റംസ് എന്തെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് അതിന്റെ കൃത്യമായിട്ട്, കാരണം വേറെ ഒന്നും വലിയ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി നമ്മൾ പഠിക്കേണ്ട ഡ്യുവൽ യൂസ് ഐറ്റംസ് എന്താണെന്നുള്ളതും അവയുടെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ട്രീറ്റീസ് ആണ്. ഡ്യുവൽ യൂസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഡ്യുവൽ എന്ന് പറയുമ്പോൾ. രണ്ട് എന്നുള്ള അർത്ഥമല്ല, അതായത് ഒരു വസ്തുവിനെ നമുക്ക് പല രീതിയിലേക്ക്, മെയിൻലി 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വേറൊന്നുമില്ല, മിലിറ്ററിയും അതുപോലെ സിവിലിയൻ പർപ്പസും. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗുഡിനെ അതിനെ സിവിലിയൻ പർപ്പസിന്, സിവിലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കസ്റ്റമേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ, അപ്പം സിവിലിയൻ പർപ്പസിന് ഉപയോഗിക്കാം, മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് ഡ്യുവൽ ഗുഡ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നത്തെ എക്സാമ്പിൾ,
അത് ആദ്യം തന്നെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഞാൻ പറഞ്ഞു, ഡ്യുവൽ യൂസ് ഗുഡ്സ് ആൻഡ് ടെക്നോളജീസ് റെഫേഴ്സ് ടു ഐറ്റംസ്, അത് സോഫ്റ്റ്വെയർ ആകാം, ടെക്നോളജി ആകാം, ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് സിവിലിയൻ ആൻഡ് മിലിറ്ററി ആപ്ലിക്കേഷൻസ്. അപ്പം സിവിലിയൻ പർപ്പസിനും മിലിറ്ററി ആപ്ലിക്കേഷൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ യൂസ് ഗുഡ്സ്. അതുപോലെ അതിന്റെ ടെക്നോളജി വിളിക്കുന്ന പേരാണ് ഡ്യുവൽ യൂസ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഉദാഹരണം, ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ മെറ്റീരിയൽസ്. ഉദാഹരണം പറയുകയാണ് യുറേനിയം. യുറേനിയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഒരു പവർ ജനറേഷൻ ഐറ്റം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം അത് സിവിലിയൻ പർപ്പസ് ആണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സിവിലിയൻ പർപ്പസിന് ആവശ്യമാണ്. അതേ സാഹചര്യത്തിൽ ന്യൂക്ലിയർ വെപ്പണുകൾ നിർമ്മിക്കാനായിട്ടും യുറേനിയം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉണ്ടോ, മനസ്സിലായി കാണുമായിരിക്കും. ഒരേ വസ്തു തന്നെ നമുക്ക് രണ്ട് പർപ്പസിനായിട്ട്, സിവിലിയൻ പർപ്പസിനായിട്ടും മിലിറ്ററി ആപ്ലിക്കേഷൻസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ യൂസ് ഐറ്റംസ്. ഉദാഹരണം ന്യൂക്ലിയർ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ കെമിക്കലുകൾ. ഇപ്പോൾ കെമിക്കലുകളിൽ തന്നെ ഉദാഹരണം പറയുവാണെങ്കിൽ ക്ലോറിൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, നമ്മുടെ വീടുകളിലാണെങ്കിൽ കിണറ്റുകളിലൊക്കെ തന്നെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന സിവിലിയൻ പർപ്പസിനകത്ത് ഉദാഹരണമായിട്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസിന്, പ്ലാസ്റ്റിക്സിന്റെ നിർമ്മാണത്തിനകത്ത്, അഗ്രികൾച്ചറിൽ, ഇവിടെയൊക്കെ തന്നെ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലോറിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കെമിക്കൽ വെപ്പണായിട്ട്, ഉദാഹരണം നെർവ് ഏജൻസ് ആയിട്ട്, മസ്റ്റാർഡ് ഗ്യാസ് ഒക്കെ ആയിട്ട് നിർമ്മിക്കാനായിട്ടും ഈ ഒരു ക്ലോറിൻ തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ വസ്തു തന്നെ അവിടെ എന്തായിട്ട് മാറി, ഡ്യുവൽ യൂസ് ഐറ്റം ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ബയോളജിക്കൽ ഏജൻസ്, പലപ്പോഴും ഈ പറഞ്ഞ പോലെ പാത്തജൻസ് ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും മെഡിക്കൽ റിസർച്ചിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, വാക്സിൻ ഡെവലപ്മെന്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതേ പാത്തജൻസിനെ അല്ലെങ്കിൽ വൈറസുകളെ പലപ്പോഴും ബയോളജിക്കൽ വാർഫെയറിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ലൈക്ക് ഹൈ പെർഫോമൻസ്, നമ്മുടെ AI കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മിലിറ്ററി ആപ്ലിക്കേഷൻസിന് വേണമെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. എ എന്ന് പറയുന്നത് നമ്മൾ സിവിലിയൻ പർപ്പസിന് ഇപ്പം നമുക്ക് ഡേറ്റ കളക്ഷൻ ആയിട്ട് ഉപയോഗിക്കണം. അതുപോലെ നമ്മുടെ ശത്രു രാജ്യങ്ങളിലെ നീക്കത്തെ മനസ്സിലാക്കാനായിട്ടും എയുടെ ഒക്കെ തന്നെ ഉപയോഗം നമുക്ക് ഉപയോഗിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്യുവൽ യൂസ് പർപ്പസ് ഉണ്ട്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടാവും. അതായത് വേറെ ഇത്രേ ഉള്ളൂ, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വസ്തു അത് ഡ്യുവൽ യൂസ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അത് തടയാന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഒരു രാജ്യത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തു. ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു AI ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഡ്രോൺ ആയിക്കോട്ടെ, അപ്പോൾ കുറച്ചുകൂടെ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡ്രോൺ ഈ പറഞ്ഞ പോലെ നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യ ഈ പറഞ്ഞ പോലെ റഷ്യയിലേക്ക് ഡ്രോണുകൾ കയറ്റുമതി ചെയ്യാണ്. നമ്മുടെ ഇവിടെ നിർമ്മിച്ച ഡ്രോണുകൾ അവർ കയറ്റുമതി ചെയ്യാണ്. നമ്മളോട് വാങ്ങാൻ നേരം റഷ്യ പറഞ്ഞിരുന്ന അവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ സിവിലിയൻ പർപ്പസ് ലൈക്ക് ഈ പറഞ്ഞ അവിടെയുള്ള കൃഷിപ്പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാനായിട്ട് അങ്ങനെയുള്ള സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. പക്ഷേ ആ മേടിച്ച സാധനം അവർ ചിലപ്പോൾ എന്ത് ചെയ്ത് ഉപയോഗിക്കും, കാരണം വൺസ് അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സാധനമല്ല, പിന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റത്തില്ല. റഷ്യ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇതിനകത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചലഞ്ചായിട്ട് കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ചിലപ്പം കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല ഇത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ വാങ്ങുന്നത് എന്നുള്ള കാര്യം. ഇനി ഈ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു വസ്തുവിനും ഒന്നല്ല മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വസ്തുക്കളും ഏതിന് കീഴിൽ തന്നെ വന്നു വിട്ടേക്കാം, ഈ ഒരു ഡ്യുവൽ യൂസ് ഐറ്റംസിനകത്ത് വന്ന് വിട്ടേക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഇത്ര മാത്രം ഞാൻ പറയുന്നില്ല, ഇതൊരു പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് എന്ന് മാത്രമാണ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്യുവൽ യൂസ് ഐറ്റംസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള ഡ്യുവൽ യൂസ് ഐറ്റംസിന്റെ ഉപയോഗം, ഐ മീൻ നെഗറ്റീവ് ആയിട്ടുള്ള ഉപയോഗം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഇങ്ങനെയുള്ള വസ്തുക്കളെ കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എഗ്രിമെന്റ്സ് ഉണ്ട്. എഗ്രിമെന്റ്സ് അതുപോലെ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ NSC ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ്. സോ ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ഓഫ് ന്യൂക്ലിയർ മെറ്റീരിയൽ ആൻഡ് ടെക്നോളജീസ്. ഓക്കെ, അതുപോലെ തന്നെ MTCR മിസൈൽ ടെക്നോളജി കൺട്രോൾ റെഷീം. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മിസൈലുകളും അതുപോലെ ഡ്രോണുകളൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോഴേക്കും അത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓസ്ട്രേലിയ ഗ്രൂപ്പ്, ഇത് കൃത്യമായിട്ട് പ്രിലിംസിന് വേണ്ടി ഓർത്തിരിക്കണം. കാരണം ഡ്യുവൽ യൂസ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ കൺട്രോളിംഗ് എക്സ്പോർട്സ് ദാറ്റ് കുഡ് കോൺട്രിബ്യൂട്ട് ടു കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ്. അപ്പം ഏതെങ്കിലും വസ്തുക്കൾ അത് ഈ പറഞ്ഞ കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ വെപ്പൺസിന്റെ ഉപയോഗത്തിന് വഴി തെളിച്ചേക്കാം എന്ന് തോന്നുന്ന വസ്തുക്കളെ കൺട്രോൾ ചെയ്യുന്ന, അതിന്റെ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പിന് പറയുന്നവരാണ് ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഈ പറഞ്ഞ പോലെ ആംസ് ആൻഡ് ഡ്യുവൽ യൂസ് ഗുഡ്സ് ആൻഡ് ടെക്നോളജീസിന്റെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ എക്സ്പോർട്ടും കൺട്രോൾ ഒക്കെ ചെയ്യുന്ന എഗ്രിമെന്റിന്റെ പേരാണ് വാസനാർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. 4 കൺട്രോൾ റെഷീംസ് ഇവിടെ തന്നെ നമുക്ക് ഡ്യുവൽ യൂസ് ഐറ്റംസിനായിട്ട് പറയാൻ പറ്റും. ഒന്ന് NSCയുടെ ഗ്രൂപ്പിംഗ്, MTCRയുടെ ഗ്രൂപ്പിംഗ്, ഓസ്ട്രേലിയ ഗ്രൂപ്പ്, ദെൻ വാസനാർ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ 4 നമുക്ക് ഫിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഡ്യുവൽ യൂസ് ഐറ്റംസിന്റെ റെസ്ട്രിക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പിംഗ്സും അതുപോലെ അറേഞ്ച്മെന്റ്സിന്റെ പർപ്പസിൽ. അപ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് ഡ്യുവൽ യൂസ് ഐറ്റംസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഐ മീൻ സിവിലിയൻ പർപ്പസിനും അതുപോലെ മിലിറ്ററി ടെക്നോളജീസ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഡ്യുവൽ യൂസ് ഐറ്റംസ് അല്ലെങ്കിൽ ടെക്നോളജി എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ സർട്ടൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു വസ്തു ഈ പറഞ്ഞ പോലെ സിവിലിയൻ പർപ്പസിനാണോ വാങ്ങുന്ന രാജ്യം ഉപയോഗിക്കുന്നതോ മിലിറ്ററി ആപ്ലിക്കേഷൻസിലായിരിക്കും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം എഗ്രിമെന്റുകൾ ഉണ്ടായിട്ട് പോലും നിലവിൽ ഇങ്ങനെയുള്ള അതിന്റെ ആപ്ലിക്കേഷൻസ് അധികം കുറയാത്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിളാണ്
സ്മോൾ ഫിനാൻസ് ബാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട് അസറ്റ് ക്വാളിറ്റി കൺസേൺസ് ഹിറ്റ് ഷെയർസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പം ഇത് ബിസിനസ് ലൈൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഷെയർസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ബട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷെയർസും കാര്യങ്ങളും അങ്ങനെ നമുക്ക് ഇതാക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻലി പറഞ്ഞ പോലെ എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മേ ബി ഇതിന്റെ ബാങ്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഉദാഹരണം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഇസാഫ്. ഓക്കെ, ഇസാഫ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. അതുപോലെ മറ്റ് ഈ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. ഉദാഹരണം ഉജ്ജീവൻ, അതായത് ഉജ്ജീവൻ ഇവിടെ ഈ ലിസ്റ്റിൽ കാണുന്നതൊക്കെ തന്നെയാണ്. ജന, സൂര്യോദയ്, എ യു, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണാറുള്ള ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ദെൻ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞ നാട്ടിലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ജസ്റ്റ് ഒരു നെയിംസും കാര്യങ്ങളും. ഇനി നമുക്ക് മെയിൻലി നോക്കാനുള്ള എന്താണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്നുള്ളതാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് അവരുടെ പേരിൽ തന്നെയുണ്ട്. ആ ഒരു ബാങ്കിന്റെ ഈ പറഞ്ഞ പോലെ നോർമലി പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ബാങ്കിന്റെ അത്രയും വലിയ രീതിയിൽ നമ്പർ ഓഫ് ഈ പറഞ്ഞ പോലെ ബ്രാഞ്ചസോ അങ്ങനെയൊന്നും കണ്ടേക്കത്തില്ലായിരിക്കും. പേരിൽ തന്നെ പറയുമ്പോൾ തന്നെ ഒരു സ്മോൾ ഫിനാൻസ് അത്രയും ശാഖകളോ കാര്യങ്ങളോ കണ്ടേക്കത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു നാഷണലൈസ്ഡ് ഒരു ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ പോലെ തന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളവയാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അപ്പൊ എവിടെയാണ് ഇവരുടെ പ്രത്യേകതകളൊക്കെ ഇരിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ദാറ്റ് ആർ ലൈസൻസ്ഡ് ബൈ ആർ ബി. ഈ പോയിന്റ് ഓർത്തിരിക്കുക. അപ്പൊ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് ലൈസൻസ് കൊടുക്കുന്ന ആര് തന്നെയാണ്? ആർ ബിയുടെ അണ്ടറിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രോഡക്ട്സ് ടു ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ആൻഡ് അണ്ടർ സേവ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ രൂപീകരിച്ചിരിക്കുന്ന ബാങ്കുകളുടെ പേരാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഏതാണ്? ലോ ഇൻകം ഇൻഡിവിജ്വൽസും അതുപോലെ അണ്ടർ സേവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്. അപ്പോൾ എസ്പെഷ്യലി ഇത് ഉദ്ദേശിക്കുന്നത് വേറെ ആരെയുമല്ല, എസ്പെഷ്യലി നമ്മുടെ റൂറൽ ഏരിയാസ്, റൂറൽ അതിൽ തന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ലോൺ ഫെസിലിറ്റീസും കാര്യങ്ങളും എത്തിക്കുക, അവരുടെ ഇടയിൽ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതൊക്കെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, മൈക്രോ എന്റർപ്രൈസ് സർവീസുകൾ, ഇവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ബാങ്കിങ് സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലക്ഷ്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇവയ്ക്ക് ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബാങ്കുകളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇപ്പോൾ അതിനെ ഓർത്തിരിക്കുക, ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെ ബാങ്ക് എന്ന് വിളിക്കണമെങ്കിൽ അവയ്ക്ക് ഈ പറഞ്ഞ പോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് BR ആക്ട് 1949 പ്രകാരം ലൈസൻസ് കിട്ടിയിരിക്കണം. ഈ BR ആക്ട് അഥവാ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 പ്രകാരം ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിനെ മാത്രമേ നമുക്ക് ബാങ്ക് ആയിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവയെ നമുക്ക് ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണമാണ് നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFCs എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാങ്ക് ആയിട്ട് വൺസ് ലൈസൻസ് കിട്ടി തന്നെ നമുക്ക് ഇവയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്കുകൾ, രണ്ട് ഈ പറഞ്ഞ പോലെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളായിട്ട് തരംതിരിക്കാൻ പറ്റും. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ബാങ്കിങ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് RBIയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ RBIയുടെ അനുവാദത്തോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണെങ്കിൽ അവയെ വിളിക്കുന്നവരാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അപ്പം ഈ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ RBIയുടെ ആക്ട് ആയ RBI ആക്ട് ഓഫ് 1934 പ്രകാരം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ബാങ്കുകളായിരിക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അപ്പോൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്തായിരിക്കും? RBIയുടെ കീഴിൽ ലൈസൻസ് ഇല്ലാത്തവയാണ്. അവയ്ക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ട്, പക്ഷേ RBIയുടെ കീഴിൽ ലൈസൻസ് ഇല്ലാത്തവയാണ് ഈ പറഞ്ഞ പോലെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ബാങ്കുകൾക്കും ഈ RBIയുടെ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഇല്ലാത്തവരുടെ പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്നില്ല, ഉണ്ട്. ബട്ട് ഭൂരിഭാഗം ബാങ്കുകൾ നോക്കുവാണെങ്കിൽ RBIയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. ഇനി വൺസ് ഈ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, അതായത് RBIയുടെ കീഴിൽ ലൈസൻസ് ഉള്ള ഷെഡ്യൂൾഡ് ബാങ്കിനെ തന്നെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ SBI എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓണർഷിപ്പ് ആണല്ലോ. അപ്പോൾ പബ്ലിക് സെക്ടർ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണം SBI ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഉണ്ട്. അതിന്റെ ഓണർഷിപ്പ് പ്രൈവറ്റ് വ്യക്തികളുടെ കൈകളിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ തന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് വേണമെങ്കിൽ പറയാവുന്നതാണ് ഫോറിൻ ബാങ്കുകൾ. ഓക്കെ, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. പിന്നെ നാലാമത്തെ ഒരു കാറ്റഗറി നമുക്ക് പറയാവുന്നതാണ് ഈ നമ്മൾ ഇന്ന് വാർത്ത ഡിസ്കസ് ചെയ്യുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. പിന്നെ അഞ്ചാമത്തെ ഒരു കാറ്റഗറി പറയാൻ പറ്റുന്നതാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഓക്കെ, നമ്മളിപ്പം എയർടെൽ പേയ്മെന്റ് ബാങ്ക്സ്, ജിയോ പേയ്മെന്റ് ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് എന്ന് പറയത്തില്ല. ഇങ്ങനെയാണ് ഓരോ ക്ലാസിഫിക്കേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിവേ, ഇന്നിപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ ഇറ്റ്സ് ഷെഡ്യൂൾഡ് ബാങ്ക് ആണ്. അതേ സ്ഥാനത്ത് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? RBIയുടെ കീഴിൽ ലൈസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരവും ലൈസൻസ് ഉണ്ട്. ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം നമുക്ക് ബാങ്ക് എന്ന് വിളിക്കാനും പറ്റുള്ളൂ. ഇവർക്കാണ് നിയമപരമായിട്ട് വ്യക്തികൾക്ക് ലോൺ കൊടുക്കാനായിട്ടും വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും നിങ്ങൾ പത്രത്തിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ വീടിനൊക്കെ തൊട്ടടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പേര് വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ. അത് ആക്ച്വലി ബാങ്ക് എന്ന് വെക്കാൻ പറ്റത്തില്ല. ദേ ആർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ബാങ്ക് എന്ന് പേര് വെക്കണമെങ്കിൽ BR ആക്ട് പ്രകാരം ലൈസൻസ് കിട്ടിയിരിക്കണം. ഇവ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് ആ സൊസൈറ്റിക്കകത്തുള്ള അംഗങ്ങൾക്ക് ലോൺ കൊടുക്കാനായിട്ടും അംഗങ്ങളുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങാനായിട്ട് അവർക്ക് നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ RBI ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പേര് വെച്ചിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിലേക്കുള്ള ഈ പറഞ്ഞ സർക്കുലറൊക്കെ ഇറക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം പറഞ്ഞില്ല, ഇതാണ് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, സോ എനിവേ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ ഗ്രാൻഡ് ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസ് ഓൾറെഡി നമ്മൾ
നമ്മൾ പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ബീങ് ഓപ്പറേഷൻ ആൻഡ് ഡീംഡ് അണ്ടർ സെക്ഷൻ 42 ഓഫ് RBI Act 1934. അപ്പം RBI Act 1934 പ്രകാരം ലൈസൻസ് കിട്ടിയിരിക്കുന്നവയാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഇനി വൺസ് നമ്മൾക്ക് ഒരു ബാങ്ക് ഉണ്ട്, ആ ബാങ്കിനെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറ്റാനായിട്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിനകത്ത് സർട്ടൺ ക്രൈറ്റീരിയസ് ആണ്. ഈ ബാങ്ക് ആർക്ക് വേണം തുടങ്ങാം? ലൈക്ക് പറയുന്നത് റെസിഡന്റ് ഇൻഡിവിജ്വൽസ്. റെസിഡന്റ് എന്നുള്ള വാക്ക് ഇതിനു മുമ്പ് നമ്മൾ DNA ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. റെസിഡന്റ് എന്ന് പറയുമ്പോൾ അത് സിറ്റിസണും ആകാം, അതുപോലെ തന്നെ ഫോറിനറും ആകും. സിറ്റിസൺ ഓറെ ഫോറിനർ ആകാം. ഫോറിനർ ആണെങ്കിൽ ഇന്ത്യയിൽ 182 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിൽ താമസിച്ച ഒരു വ്യക്തിക്ക് റെസിഡന്റ് പദവി കിട്ടാൻ സാധിക്കും. നമുക്ക് ആധാർ ഒക്കെ ഇതിനു മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ആധാർ കിട്ടാൻ സാധിക്കും. സോ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ എ പ്രൊഫഷണൽ മീൻസ് ഇന്ത്യൻ സിറ്റിസൺ ഓൾറെഡി വരും. അത് സിംഗിൾ ആയിട്ട് മീൻസ് നമുക്ക് തന്നെയായിട്ട് വേണമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് വേണമെങ്കിൽ തുടങ്ങാം. ഈച്ച് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ്. ഈച്ച് ഹാവിംഗ്, ഇതാണ് അതിനകത്തെ പോയിന്റ്. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വ്യക്തിയും ബി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടെ ചേർന്നിട്ട് ഒരു ബാങ്ക് തുടങ്ങിയിട്ട് SFBയുടെ ലൈസൻസിന് വേണ്ടിയിട്ട് പോകാന്ന് വിചാരിച്ചു. വിത്ത് എക്ക് 5 വർഷത്തെ ബാങ്ക് എക്സ്പീരിയൻസും ബിക്കും 5 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർത്തിട്ട് ഈ പറഞ്ഞ പോലെ 10 വർഷം എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ രണ്ട് പേർക്കും ഈ പറഞ്ഞ പോലെ 10 വർഷത്തെ എക്സ്പീരിയൻസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ജോയിൻലി ഈച്ച് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അറ്റ് എ സീനിയർ ലെവൽ ആർ എലിജിബിൾ ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലൈസൻസസ്. അപ്പൊ ഇത് പ്രകാരം ഈ പറഞ്ഞ പോലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കും. വിത്ത് പീരീഡ് അറ്റ്ലീസ്റ്റ് ഫോർ പീരീഡ് ഓഫ് 5 years ഒക്കെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബിസിനസ് ഓണ്ടായിട്ടുള്ള എൻറ്റിറ്റീസിന് ഇത് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അതുപോലെ NBFCസിന് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ സ്ഥാപിക്കാം, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്ഥാപിക്കാം, ലോക്കൽ ഏരിയ ബാങ്കുകൾക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ വേണ്ടുന്ന റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രകാരം പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി മറ്റു കാര്യങ്ങൾ, വൺ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് പാലിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ബാങ്കിന്റെ മിനിമം 50% ഉണ്ടായിരിക്കും. എന്താണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓരോ ബാങ്കുകൾ നമ്മൾ അവിടെ ലോൺ എടുക്കാൻ വരുന്ന ആളുകളുടെ കപ്പാസിറ്റി നോക്കിയിട്ട്, വിച്ച് മീൻസ് റെഗുലർലി സാലറി എംപ്ലോയി ആണോ, ഇനി റെഗുലർലി സാലറി എംപ്ലോയി ആണെന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണോ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണോ, ഇനി അല്ല മീൻസ് ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാരാണോ, ഇങ്ങനെ പല ആളുകളായിരിക്കും ഒരു ബാങ്കിൽ നിന്ന് പോലും ലോൺ എടുക്കുന്നത്. ഓരോ ആൾക്കാർക്കും ഇപ്പം ഇവർക്ക് എല്ലാവർക്കും ഇപ്പം എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, എ ഒരു ഈ പറഞ്ഞ പോലെ റെഗുലർലി സാലറിയുടെ എംപ്ലോയി ആണ്, സാലറിയുടെ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ബി എന്ന് പറയുന്ന റെഗുലർലി സാലറിഡ് ആയിട്ടുള്ള പ്രൈവറ്റ് എംപ്ലോയി ആണ്. സി എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ഒരു അഗ്രികൾച്ചർ ലേബർ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ മൂന്ന് പേര്, അപ്പൊ എ എന്ന് പറയുന്ന റെഗുലർ സാലറി ഗവൺമെന്റ് എംപ്ലോയി, ബി എന്ന് പറയുന്ന റെഗുലർ സാലറിയുടെ പ്രൈവറ്റ് എംപ്ലോയി, സി എന്ന് പറഞ്ഞ അഗ്രികൾച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് മൂന്ന് പേർക്കും ഈ പറഞ്ഞ ഡി എന്ന് പറയുന്ന ഒരു ബാങ്ക് ലോൺ കൊടുക്കുകയാണ്. ലെറ്റ്സ് സപ്പോസ് 1000 രൂപയാണ് ലോൺ കൊടുക്കുന്നത് വിചാരിച്ചു. ഓക്കെ, ഈ 1000 രൂപ മൂന്ന് പേർക്ക് കൊടുത്താലും ഇതിനകത്ത് റിസ്ക് കൽപ്പിക്കുന്നത് മൂന്ന് പേർക്കും വ്യത്യസ്തമായ രീതിയിലാണ്. എ എന്ന് പറയുന്ന ആൾക്കാർക്ക് റിസ്ക് താരതമ്യേന കുറവായിട്ട് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആൾ റെഗുലർ സാലറി ആണ്, ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എല്ലാ മാസവും എന്തായാലും സാലറി കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു EMI ലോൺ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ EMI അടയ്ക്കുമല്ലോ, EMI അടയ്ക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. റിസ്ക് ഇല്ലാന്ന് ഒരിക്കലും പറയത്തില്ല, ബിക്കോസ് ആർക്ക് ലോൺ കൊടുത്താൽ അവിടെ സർട്ടൻ കമ്മിറ്റ് ഓഫ് റിസ്ക് ഉണ്ട്. പക്ഷേ എക്ക് കാര്യത്തിൽ റിസ്ക് കുറവായിരിക്കും, ഒരു 5% ആയിരിക്കും റിസ്ക് കണക്കാക്കുന്നത്. ഇനി ബി എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ റെഗുലർലി സാലറിഡ് ആണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനിയിലായതുകൊണ്ട് തന്നെ എയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിസ്ക് കൂടുതലായിരിക്കും. ബിക്കോസ് പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് മേ ബി ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചില മാസങ്ങളിൽ സാലറി വരാൻ ലേറ്റ് ആകുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എക്ക് 5% കൊടുത്ത സാഹചര്യത്തിൽ ബിക്ക് ചിലപ്പം കൊടുക്കുന്ന ഒരു 10% ആയിരിക്കും കൊടുക്കുക. ബിക്കോസ് റെഗുലർ ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടില്ലോ, പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടെ റിസ്ക് അവിടെ കൂടുതലുണ്ടാവും. ഇനി മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ആർക്കായിരിക്കും? സി. ബിക്കോസ് സി എന്ന് പറയുന്ന അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്നതാണ്. അഗ്രികൾച്ചറുടെ കാര്യം നമുക്കറിയാം, പല കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പം ക്ലൈമറ്റ് മോശമായി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഈൽഡ് മോശമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സിയുടെ കാര്യത്തിൽ മേ ബി ഒരു 25% ആയിരിക്കും റിസ്ക് കൽപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബാങ്ക് അവർ കൊടുക്കുന്ന ലോണിനെല്ലാം തന്നെ എന്ത് കൽപ്പിക്കപ്പെടും? ആ കൊടുക്കുന്ന എമൗണ്ടിന്റെ സർട്ടൻ എമൗണ്ട് റിസ്ക് ആയിട്ട് കൽപ്പിക്കപ്പെടും. റിസ്ക് ആയിട്ട് കൽപ്പിക്കുന്ന വേറൊന്നുമില്ല, ഇത്രയും ശതമാനമെങ്കിലും മുടങ്ങാൻ ചാൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു ബാങ്കിന്റെ ക്യുമുലേറ്റീവ് റിസ്ക് ഉണ്ടാവും. ആ ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് എത്രയാണോ അതിന് ഈ പറഞ്ഞ പോലെ മിനിമം പറയുവാണെങ്കിൽ 15% എങ്കിലും ആ ബാങ്കിൽ ക്യാപിറ്റലായിട്ട് കണ്ടിരിക്കണം. ഉദാഹരണം പറയുവാണെങ്കിൽ 100 രൂപ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ബാങ്ക് അവിടെ റിസ്ക് ആയിട്ട് 100 രൂപ കൽപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു എങ്കിൽ മിനിമം ആ ബാങ്കിൽ 15 രൂപയുടെ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഉണ്ടാകണം. 15 രൂപ അവിടെ ക്യാപിറ്റലായിട്ട്, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ആ ക്യാപിറ്റലായിട്ട് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ബാങ്ക് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബാങ്കിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. മൂലധന നിക്ഷേപം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് കറസ്പോണ്ടിങ് ആ 15 രൂപ അത് അവിടെ ഓണേഴ്സിന്റെ ആയിട്ട് അവിടെ കീപ്പ് ചെയ്തിരിക്കുക. എന്തെങ്കിലും ബാങ്കിന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന, റെഡിലി എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എത്ര ഉണ്ടായിരിക്കണം? 15% ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് ഒരു ബാങ്കിന് റിസ്ക് ആയിട്ട് 100 രൂപ റിസ്ക് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് 15 രൂപ ഈ പറഞ്ഞ പോലെ റെഡിലി അവൈലബിൾ ആയിട്ട് ബാങ്കിൽ കണ്ടിരിക്കണം. സോ അങ്ങനെ SFBയുടെ കാര്യത്തിൽ ക്രാർ റേഷ്യോ 15% വെച്ചിരിക്കുന്നത്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് എന്ന് പറയുമ്പോഴേക്കും 75% ഇവരുടെ ലോൺ കൊടുക്കുന്നതിന് ദേ ഷുഡ് ഗീവ് 75% ഓഫ് ദർ അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ്. അതായത് അഗ്രികൾച്ചറിനും
അതേപോലെ സ്മോൾ എം എസ് എം ഇസ് അങ്ങനെ ഇങ്ങനെയുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഇങ്ങനെയുള്ള പല ആളുകൾക്കായിരിക്കണം 75% വരെ കൊടുക്കേണ്ടത് ലോണുകൾ കൊടുക്കേണ്ടത്. ഇനി സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന്റെ അറ്റ്ലീസ്റ്റ് 25% ശാഖകൾ എവിടെയായിരിക്കണം? അൺബാങ്ക്ഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലായിരിക്കണം തുടങ്ങേണ്ടത്. കാരണം അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദേ ആർ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസ് ടു ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ആൻഡ് അണ്ടർ സേർവ്ഡ് കമ്മ്യൂണിറ്റീസിന് ലോൺ കൊടുക്കുക, മീൻസ് ബാങ്കിങ് സൗകര്യം കൊടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അറ്റ്ലീസ്റ്റ് 25% ഇവരുടെ ടോട്ടൽ ബ്രാഞ്ചസും അണ്ടർ സേർവ്ഡ് ആയിട്ടുള്ള അൺബാങ്ക്ഡ് ആയിട്ടുള്ള റൂറൽ ബാങ്ക് ഏരിയാസിലായിരിക്കണം. ഇനി ഇവർക്ക് തുടങ്ങണമെങ്കിൽ റിക്വയർഡ് പെയ്ഡ് ക്യാപിറ്റൽ എത്ര ഉണ്ടായിരിക്കണം? 200 കോടി രൂപ ഉണ്ടായിരിക്കണം. അതായത് മൂലധന നിക്ഷേപങ്ങളായിട്ട് ഇവരുടെ ഷെയർ ഹോൾഡേഴ്സ് 200 കോടി രൂപ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുകയുള്ളൂ. ഇനി റെഗുലേഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, BR ആക്ട് പ്രകാരമുണ്ട്, RB ആക്ട് പ്രകാരമുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. കൊമേഴ്ഷ്യൽ എന്ന് വരുന്ന കാരണം തന്നെ കമ്പനീസ് ആക്ടിനകത്ത് ലൈസൻസ് ഉണ്ടായിരിക്കും. ഇത്ര റെഗുലേഷൻസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ അതൊക്കെ നമുക്ക് പലപ്പോഴും മെയിൻസിനാണെങ്കിൽ പ്രിലിംസിനാണ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്, എസ്പെഷ്യലി ഫ്രം ബാങ്കിങ് സെക്ടർ. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഇൻഫ്ലോസ് ജംപ് 14% ഇൻ ഡിസംബർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു കാറ്റഗറിയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂച്വൽ ഫണ്ട്, ആ പേര് തന്നെയാണ് മ്യൂച്വൽ. ഇപ്പം നിങ്ങളിപ്പോൾ പലപ്പോഴും കേട്ടിരുന്ന ഒരു വാക്കാണ്, പല പരസ്യങ്ങളൊക്കെ കാണുന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബാങ്കിനെ മാത്രമല്ല എടുക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ബാങ്കിൽ മാത്രമായിരുന്നു ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, ഇന്നലെ DNA ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഗോൾഡും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ പല മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കുറച്ചുകൂടെ പോപ്പുലർ ആണ്, ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യം എമർജിംഗ് ആയിട്ടുള്ള എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓരോ ദിവസവും ഓരോ രീതി ആയിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ലാഭമാണെങ്കിൽ അടുത്ത ദിവസം നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. സ്പെക്കുലേഷൻസിന് പോസിബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. എനിവേ, ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തന്നെ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, റാദർ ദാൻ പണ്ടത്തെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയായിരുന്നു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനേക്കാളും മാറി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പോയി നമ്മൾ ഒരു റാൻഡം ആയിട്ട് ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ബ്ലൈൻഡ് സെൻസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ്ലി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സർട്ടൺ എമൗണ്ട് ഈ പറഞ്ഞ ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കത് പഠിക്കാനായിട്ടുള്ള ഇപ്പം പറഞ്ഞ ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല. ഐ മീൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള സമയമില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള താല്പര്യമില്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഒരു മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ. അതായത് ആ പേര് പോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് ആ ഫണ്ട് ഈ പറഞ്ഞ പോലെ പൊതുവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റുകളിലെ പല പല സ്റ്റോക്കുകൾ വാങ്ങി നിക്ഷേപിക്കുക, ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്ന് പറയുന്നത്. ആ പേര് കണ്ടോ, മ്യൂച്വൽ ഫണ്ട്. അതായത് ആ ഒരു കമ്പനി മ്യൂച്വലി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ അക്വയർ ചെയ്തിട്ട് ആ കിട്ടിയ പൈസ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ നിക്ഷേപിച്ച കസ്റ്റമേഴ്സിന് തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ട നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭങ്ങൾ കിട്ടുന്നു. അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചോ കാര്യങ്ങളൊന്നുമില്ല. ആ ഫണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നേ ഉള്ളൂ. അത് ഓരോ സമയത്ത് മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ കമ്പനി, ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്തോളും, ആ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാക്കി തള്ളും. ഇവിടെ ലാഭം ഉണ്ടാക്കി തരുമ്പോൾ എപ്പോഴും ലാഭം ഉണ്ടാകുന്ന നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈസ് ഓൾവേസ് ഫ്ലക്ച്വേഷൻസിന് പോസിബിൾ ആണ്. നഷ്ടം ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിക്ഷേപിക്കുന്നതിനകത്ത് പല മാർഗ്ഗങ്ങളിലായിരിക്കും നിക്ഷേപിക്കുക. ഒന്നെങ്കിൽ സ്റ്റോക്കാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണ്ടുകളാകാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളൊക്കെ തന്നെ. ഈ പറഞ്ഞ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയറിന് താഴെ ടെന്യൂറുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രഷറി ബില്ലാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാഷ് മാനേജ്മെന്റ് ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ്സ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലായിരിക്കും ഇവർ നിക്ഷേപിക്കുന്നത്. അതൊക്കെ ആ കമ്പനിയാണ് തീരുമാനിക്കുന്നത്. നമ്മളിതെന്ന് പറയുന്ന കാര്യത്തില്ല, അവർ കൃത്യമായിട്ട്, കാരണം അതിന് മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് ആർ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സ് അറിയപ്പെടുന്ന വരുന്നതുകൊണ്ടല്ല, പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട് കൂടിയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് വർക്ക് ഞാൻ പറഞ്ഞു, ഇവർ കൃത്യമായിട്ട് ഓരോരോ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് ഓരോരോ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ കൃത്യമായിട്ട് നമുക്ക് വാല്യൂ മടക്കി തരുന്നതാണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഷെയർ എന്ന് വിചാരിച്ചു, കുറച്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിന്റെ വില ഈ പറഞ്ഞ പോലെ 13 രൂപയായിട്ട് അല്ലെങ്കിൽ 14 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ 14 എന്ന് പറയുന്നതാണ് ഇതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ആക്ച്വലി ആ ഒരു യൂണിറ്റ് 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച യൂണിറ്റിന് ഇന്നിപ്പോൾ നിലവിൽ 18 രൂപ ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് കിട്ടുന്ന 14 രൂപയായിരിക്കും. അപ്പോൾ ഈ എക്സ്ട്രാ 4 രൂപ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ ബ്രോക്കറേജ് കമ്മീഷൻസ് ആണ്. ഇപ്പൊ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റിന്റെ വാല്യൂ മൈനസ് ബ്രോക്കറേജ് കമ്മീഷൻസ് എന്ന് പറയുന്നവരാണ് നെറ്റ് അസറ്റ് വാല്യൂ. നമ്മുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന്റെ വാല്യൂ മൈനസ് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി ചാർജ് ചെയ്ത ബ്രോക്കറേജ് ഫീസ് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുമല്ലോ. നമ്മുടെ സ്റ്റോക്കിന്റെ വില എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇന്നത്തെ വില ആയിരിക്കും ഇന്നിപ്പോൾ 17 രൂപയാണെങ്കിൽ നാളെ 18 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ 15 രൂപയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞാൽ നമ്മുടെ NAV വാല്യൂ, നെറ്റ് അസറ്റ് വാല്യൂലും വേരിയേഷൻസ് വരും. എനിവേ ദസ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അവർ എവിടെയാണ്
എവിടെയാണോ നമ്മൾ ആ കൊടുക്കുന്ന പൈസ എവിടെയാണോ കൊണ്ട് അവർ നിക്ഷേപിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ പേര് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പം ഇക്വിറ്റി ഫണ്ടുകളാകും. അതായത് ഇക്വിറ്റി ഫണ്ടുകളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ കംപ്ലീറ്റ്ലി അവരെവിടെ ഇടുന്ന സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ അതിന്റെ പേര് ഡെപ്റ്റ് ഫണ്ട് എന്നായിട്ട് മാറും. ഡെപ്റ്റ് ഫണ്ട് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ ഫുൾ ആയിട്ട് ഇവർ നിക്ഷേപിക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ലൈക്ക് ബോണ്ടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രഷറി ബില്ലുകൾ, ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകൾ, സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കോർപ്പറേറ്റ് ബോണ്ടുകളാകാം. ഇങ്ങനെയൊക്കെയുള്ള ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് തിരികെ തരുന്ന ഒരു സാധനമാണ്. നമ്മൾ കടം മേടിച്ച് തിരികെ നൽകുന്നതാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതാണെങ്കിൽ അതിന്റെ പേരാണ്, ആ മ്യൂച്വൽ ഫണ്ട് പേരായിരിക്കും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന പൈസ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അതിന്റെ പേര് എന്തായിട്ട് മാറും? ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് മാറും. ഇനി ഹൈബ്രിഡ് എന്നുള്ള വാക്ക് ഇപ്പൊ നമ്മൾ കേൾക്കാവുന്നില്ല. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രണ്ട് കമ്പോണന്റുകൾ കൂടി ചേരുന്നതിന് ഇപ്പൊ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്രോളിലും ഇലക്ട്രിക്കിലൊക്കെ ഓടുന്ന വാഹനങ്ങളുണ്ട്. എന്നതുപോലെയാണ് നമ്മൾ കൊടുക്കുന്ന പൈസ കുറച്ച് ഇക്വിറ്റിയിലും ബാക്കി ഈ പറഞ്ഞ ഡെപ്റ്റിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സിന്റെ പേരാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അത് നമ്മൾ കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ നിങ്ങൾ ആ ഒരു ഡേറ്റ മീൻസ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് പരസ്യം കാണുമ്പോഴേക്കും നോക്കുമ്പോൾ അറിയാം അവിടെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണെന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന പൈസ മുഴുവൻ അവർ ഇടാൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഡെപ്റ്റ് ഫണ്ടുകളിലേക്കാണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കാണ്. എന്നാൽ നമ്മളെടുത്ത സ്കീമിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് ഇക്വിറ്റി ഫണ്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന പൈസ ഫുള്ള് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയർ വാങ്ങാനായിട്ടാണ് പോകുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടിനെയും കൂടെ മിക്സ് ആയിരിക്കും കൃത്യമായിട്ട് അവിടെ നടക്കുന്നത്. അപ്പൊ എനിവേ ഇനി ഈ വാർത്ത വായിച്ചു നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഇൻഫ്ലോസ് ജംസ് 14% ഡിസംബർ. അതായത് നമ്മുടെ രാജ്യത്തേക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു വർധനവ്, ജം 14% എന്ന് പറഞ്ഞാൽ 14% വർധനവ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ സാഹചര്യത്തിൽ പറയുന്നുണ്ട് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഔട്ട്ഫ്ലോ ആണ്, പുറത്തേക്ക് പോകുന്നുണ്ട്. വിച്ച് മീൻസ് അത് അത്രത്തോളം ഇപ്പം കൂടുതലും ആളുകൾക്കിടയിൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്, ഈ ഒരു സമയത്ത് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് മെയിൻലി അതായിരിക്കും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യം. അപ്പൊ എനിവേ ഈ വാർത്തയിൽ ഉപരിയായിട്ട് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിരുന്ന ആർട്ടിക്കിളാണ്. സെക്ഷൻ 152 ഓഫ് BNS പറയുമ്പോൾ ഭാരതീയ ന്യായ സംഹിത ഷുഡ് നോട്ട് ബിക്കം എ പ്രോക്സി ഫോർ സെഡീഷൻ. ഓക്കെ, ഇത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ ഈ വർഷം ജൂലൈ 1 തൊട്ടാണല്ലോ നമ്മൾ ആ പണ്ടത്തെ നിയമങ്ങളായ IPC, CRPC, അതുപോലെ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇതെല്ലാം നമ്മൾ റിപ്പീൽ ചെയ്തിട്ട് മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു. ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നു. അതുപോലെ ഭാരതീയ സാക്ഷ്യ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് IPC മാറി വന്നതാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പൊ ഈ IPCക്കകത്തെ സെക്ഷൻ 124 IPCക്കകത്തെ സെക്ഷൻ 124A സൂചിപ്പിച്ചതായിരുന്നു സെഡീഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഈ IPC, CRPC പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഈ IPC പോലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സെഡീഷനെ കുറിച്ചിട്ട് മെൻഷൻ വരുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യക്കാരെ അടിച്ചമർത്തണമായിരുന്നു, അവർക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുന്ന ആളുകളെ അടിച്ചമർത്തണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സെഡീഷൻ നിയമങ്ങളൊക്കെ തന്നെ അന്ന് IPCക്കകത്ത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി കുറെ കാലങ്ങൾ ഇന്ന് വരെയും, ഇനി കുറച്ച് നാളുകൾ മുമ്പ് വരെ നമ്മൾ ഏതിനെ പിന്തുടരുമായിരുന്നു? IPC, ബ്രിട്ടീഷേഴ്സിന്റെ ആ ഒരു IPC നമ്മൾ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും BNS വന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമാണ് ഇനി സെഡീഷൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് സർക്കാരിനെതിരായിട്ട് അഭിപ്രായം ഉന്നയിക്കുന്ന ആളുകളെ, സർക്കാരിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പുതിയ ഭാരതീയ ന്യായ സംഹിത വരുമ്പോഴേക്കും അതിൽ ഈ സെക്ഷൻ 124A അഥവാ പണ്ടത്തെ IPCയിലെ ഒരു സെഡീഷന്റെ നിയമം ഉണ്ടാകത്തില്ല എന്ന് സർക്കാർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 152 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പണ്ട് സെഡീഷനായിട്ട് ഡിഫൈൻ ചെയ്തിരുന്ന കാര്യത്തിനെയാണ് ഇവിടെ ഓൾമോസ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട്. അത് അടുത്ത സ്ലൈഡുകൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സെഡീഷൻ എന്നുള്ള വാക്ക് പൊതുവിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ഇല്ല, സെഡീഷൻ എന്ന് പറയുന്ന സാധനമില്ല. പക്ഷേ IPCക്കകത്ത് സെഡീഷനെ ഡിഫൈൻ ചെയ്ത സംഭവവും നമുക്ക് ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 152. അതാണ് കോടതി കഴിഞ്ഞ ദിവസം, കോടതി എന്ന് പറയുമ്പോഴേക്കും രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ ഹൈക്കോടതിയാണ്. രാജസ്ഥാൻ ഹൈക്കോർട്ട് ഇൻ തെജേന്ദ്ര പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഓഫ് 2024 കേസ്. തെജേന്ദ്ര പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 2024 കേസിലും രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമാണ് ക്വസ്റ്റൻ ദാറ്റ് യൂസിംഗ് 152 ഓഫ് ഭാരതീയ ന്യായ സംഹിത ആസ് എ ടൂൾ ടു സ്റ്റിഫിൽ ലെജിറ്റിമേറ്റ് ഡിസെന്റ്. നിങ്ങൾ സെഡീഷനായിട്ട് ഇതിനെ പരിഗണിക്കാൻ പാടില്ല, സെഡീഷനായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജസ്ഥാൻ ഹൈക്കോടതി. സെക്ഷൻ 152 ഓഫ് BNSനെ ഉപയോഗിക്കാൻ പാടില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നോക്കാം എന്താണ് ഈ പോയിന്റ്സ് ഉള്ളത്. സോ അതിന്റെ സെഡീഷൻ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി പറഞ്ഞു, സെഡീഷൻ 124A ഓഫ് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഇറ്റ്സ് എ ക്രൈം അഗെയിൻസ്റ്റ് എ സ്റ്റേറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത്
ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് സെഡീഷൻ റിഫേഴ്സ് ടു എനി ആക്ട്, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയാകാം, അല്ലെങ്കിൽ ഒരു സൈൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിഷിംഗ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു കാര്യമാകാം. ഇനി ആക്ട് ഓർ അറ്റംപ്റ്റ് ടു ബ്രിങ് ഹേറ്റ്രഡ് ഓർ കണ്ടംപ്റ്റ് അഗെയിൻസ്റ്റ് എ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇൻ ഇന്ത്യ ഓർ ടു ഇൻസൈറ്റ് ഡിസഫെക്ഷൻ ഓർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ്. അതായത് ഇവിടെ നിയമപരമായിട്ട് എലക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്കാരിനെ ഈ പറഞ്ഞ പോലെ സർക്കാരിനെതിരായിട്ട് ജനവികാരം വളർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ആക്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത പേരാണ് സെഡീഷൻ എന്നുള്ളത്. സോ ഇത് 124A ഓഫ് IPC പ്രകാരം പണിഷ്മെന്റ് ആയിരുന്നു, നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. നോൺ ബെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടാനായിട്ട് പാടാം. നേരിട്ടുള്ള സാധാ കേസുകളൊക്കെ ആണെങ്കിൽ മീൻസ് വളരെ ക്രൈം ആയിട്ടുള്ള കേസുകളിലാണ് നമ്മൾ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് വെക്കുന്നത്. വാറണ്ട് ഒക്കെ ഒന്നും ഇല്ല, വാറണ്ട് ഇല്ലാതെ പോലീസ് നമ്മൾ നേരിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നോർമൽ ഒരു കേസൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി പോരുക എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. ഇത് അങ്ങനെ കിട്ടത്തില്ല, കോടതിയിൽ നിന്ന് മാത്രമേ നമുക്ക് ജാമ്യം നേടിയെടുക്കാനായിട്ടൊക്കെ തന്നെ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കേസുകളാണ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. സോ സെഡീഷൻ എന്ന് പറയുന്നത് IPCക്ക് അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് വെച്ചിരുന്നത്. ആസ് പെർ ദാറ്റ് എ പേഴ്സൺ ചാർജ് അണ്ടർ ദിസ് ലോ cannot അപ്ലൈ ഫോർ ഗവൺമെന്റ് ജോബ്. പിന്നെ അത് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയൊക്കെയാണ് പിന്നെ ഗവൺമെന്റ് ജോലിക്കൊന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ പലപ്പോഴും നമുക്ക് ജീവിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും. ആൻഡ് അപ്പോൺ കൺവിക്ഷൻ ദ പേഴ്സൺ ക്യാൻ ബി പണിഷ്ഡ് വിത്ത് either ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ ആൻഡ് എ ഫൈൻ, ഓർ ഇംപ്രിസൺമെന്റ് ഫോർ അപ് ടു 3 years ആൻഡ് എ ഫൈൻ ഓർ ജസ്റ്റ് എ ഫൈൻ. ഇങ്ങനെ പല ഈവൻ നമുക്ക് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉള്ളതായിരുന്നു ആ IPCക്കകത്തെ സെഡീഷൻ എന്ന് പറയുന്നത് അണ്ടർ 124A. നിലവിൽ ഇത് ഇതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഹിസ്റ്ററി കൂടെ ഞാൻ പറഞ്ഞുതരാം. 1870-ലാണ് ഈ ഒരു സംഭവം IPCക്കകത്ത് ബ്രിട്ടീഷേഴ്സ് ആഡ് ചെയ്തത്. ബിക്കോസ് അവർക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അത് പ്രകാരം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് ഹിസ്റ്ററിക്കകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ബാൽ ഗംഗാധർ തിലകാണ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി കൺവിക്റ്റഡ് ഓഫ് സെഡീഷൻ ഇൻ കൊളോണിയൽ ഇന്ത്യയിൽ അറസ്റ്റ് മീൻസ് കൺവിക്ട് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആരായിരുന്നു? ബാൽ ഗംഗാധർ തിലകായിരുന്നു. ഓക്കെ. പിന്നീട് ഈ പറഞ്ഞ 1940 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു. ഇനി ആ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന സെഡീഷൻ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടാക്കണോ എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ 1948 നമ്മൾ ലീഡേഴ്സ് തീരുമാനിച്ചു സെഡീഷൻ എന്നുള്ള വാക്ക് ഇനി നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ട, കാരണം അത് ബ്രിട്ടീഷേഴ്സിന്റെ സെൻസ് ആണെന്നുള്ള കാര്യം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അഡോപ്റ്റ് ചെയ്തില്ല. പക്ഷെ IPCക്കകത്ത് ഏത് തന്നെ കിടന്നു, ഈ ഒരു സെഡീഷൻ കിടക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇതിനകത്തുള്ള പല റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. 51 നെഹ്റു ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. 19 നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനകത്ത് 1A ഒരു ക്ലോസ് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ളൊരു സെക്ഷൻ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതായത് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ഈ പറഞ്ഞ പോലെ താൽക്കാലികമായിട്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നീട് 1974-ലാണ് സെക്ഷൻ 124 പറയുന്ന ഒഫൻസ് കൊഗ്നിസിബിൾ ഒഫൻസ് ആക്കി. കൊഗ്നിസിബിൾ ഒഫൻസ് ഓതറൈസസ് പോലീസ് ടു മേക്ക് അറസ്റ്റ് വിത്തൗട്ട് എ വാറണ്ട്. വാറണ്ട് ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലേക്ക് ഏതിനെ മാറ്റി, ഈ 124A മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ അതാണ് ഈ പറഞ്ഞ പോലെ നോൺ ബെയിൽ ഓഫൻസ് ആയിട്ടൊക്കെയാണ് നിലവിൽ IPCക്കകത്തെ ആ ഒരു സെഡീഷൻ ഉണ്ടായിരുന്നത്. എനിവേ ഇതിന്റെ കൺവിക്ഷൻ റേറ്റ് നോക്കുവാണെങ്കിൽ 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ 160% കൺവിക്ഷൻ. മീൻസ് ഇത് പ്രകാരം അറസ്റ്റ് ചെയ്തത് 93 പേരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടിരുന്നത്. പക്ഷെ 2019 മാത്രം ഇതിന്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നതിന്റെ രീതി നോക്കുവാണെങ്കിൽ വെറും 3.3%, വിച്ച് മീൻസ് 93 പേരെ അറസ്റ്റ് ചെയ്തു, അതിൽ 2 പേരെ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കി 91 പേരെയും ശരിക്കും പറഞ്ഞ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും വോയിസ് ഉന്നയിക്കുന്ന ആളുകളെ പേടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ അറസ്റ്റ് ചെയ്തതാകാം. ഇത് മനസ്സിലാക്കിയിട്ടാണ് കോടതി ഈ സാധനം ഇനി നമ്മൾ റിവോക്ക് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു നിങ്ങൾ നിയമം പാസ്സാക്കുന്നുണ്ടല്ലോ അതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യണം എന്നൊക്കെ, മീൻസ് ഇതിന്റെ ഈ തെറ്റായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് ഹോം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ സെഡീഷൻ ലോ ഉണ്ടാകത്തില്ല, അതിനെ നമ്മൾ റിപ്പീൽ ചെയ്ത് കളയുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാക്കുണ്ടായില്ല. പക്ഷേ BNS-നകത്ത് ഒരു സെക്ഷൻ 151 152 നമ്മൾ ചർച്ച വിഷയമായിരിക്കുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നത്തെ സെഡീഷൻ തന്നെയാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. BNS സെക്ഷൻ 152 addresses actions that threaten the sovereignty, unity and integrity of India. It punishes individuals who through words spoken or written or signs or any form of communication including electronic മീൻസിലൂടെ കമ്മ്യൂണിക്കേഷൻ ആകാം, ഇപ്പൊ വാട്സ്ആപ്പ് മെസ്സേജുകളൊക്കെ ആകാം, ഓക്കെ, അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. attempt to excite rebellion, secession or any separatist activities. The law aims to preserve the nation's unity by taking strict action against those who seek to harm the country's integrity. അപ്പൊ ഇതിനകത്ത് സെഡീഷൻ എന്നുള്ള വാക്ക് പറയുന്നില്ല, പക്ഷേ നേരത്തെ നമ്മൾ കണ്ട സെഡീഷൻ ഡെഫിനേഷൻ തന്നെയല്ല ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്നിപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞത്. BNS-ലെ സെക്ഷൻ 152 നിങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഷുഡ് നോട്ട് യൂസ് ഇറ്റ് ആസ് എ ടൂൾ ടു സ്റ്റിഫിൽ ലെജിറ്റിമേറ്റ് ഡിസെന്റ്. അതായത് നമ്മൾ ഒരു എതിരഭിപ്രായം പറയുന്നത്, ഐ മീൻ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഗുഡ് ക്വാളിറ്റി, ഈ പറഞ്ഞ പോലെ നമുക്ക് എതിർപ്പുകൾ ഉന്നയിക്കാൻ സാധിക്കണം. ലൈക്ക് ഗുഡ് ക്വാളിറ്റി, അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇവിടെ തെറ്റാൻ തോന്നുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അത് പറയാനായിട്ട്
കൃത്യമായിട്ട് നമുക്കുള്ള അനുവാദം വേണം, എങ്കിലേ ഉള്ളൂ ഡെമോക്രസി വളരത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം, അതാണ് ലെജിറ്റിമേറ്റ് ആയിട്ട് ഡിസെന്റ് എന്ന് പറയുന്നത്. എതിരഭിപ്രായം, ലെജിറ്റിമേറ്റ് ആയിട്ട് ഇതിനുള്ള എതിരഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ തടയാനായിട്ട് നിങ്ങൾ ഏത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, BNS-ലെ സെക്ഷൻ 152 ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് എന്നത് പറയുന്നത്. അപ്പൊ ഇനിവേ ഇത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ട് എന്താണ് സെക്ഷൻ 152 എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ എന്താ പറയുക, പ്രിഡിസസർ ആയിട്ടുണ്ടായിരുന്ന IPC-യുടെ ആ 124A എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഡ്യുവൽ യൂസ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ എല്ലാവരും ടൈപ്പ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.